ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പഠിക്കുന്നത് നദി കെ ദ്വീപ് എന്ന ചാപ്റ്ററാണ്. ഹം നദി കെ ദ്വീപ് ഹേ, നാം ഒരു നദിയിലെ ദ്വീപുകളാണ്. മനുഷ്യർ സമൂഹത്തിനുള്ളിൽ ജീവിക്കുന്നവരായാലും ഓരോരുത്തർക്കും സ്വന്തം വ്യക്തിത്വമുണ്ടെന്നാണ് കവി ഇവിടെ പറയുന്നത്. ഹം നെഹീം കഹത്തെ കി ഹംകോ ചോട്ട്കർ സ്രോത് സ്വേനി ബഹ്ജായി, നദി നമ്മെ വിട്ടൊഴുകി പോകട്ടെ എന്ന് നാം ഒരിക്കലും പറയുന്നില്ല. സമൂഹത്തെയും സംസ്കാരത്തെയും നാം തള്ളിക്കളയുന്നില്ല. വഹ് ഹമേം ആക്കർ ദേത്തി ഹേ, ആ നദിയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. കുടുംബം, സമൂഹം, സംസ്കാരം എന്നിവയാണ് മനുഷ്യനെ വളർത്തുന്നത്. ഹമാരെ കോൺ ഗലിയാം അൻറിബ് ഉംബാർ സക്തെ കൂൽ, നമ്മുടെ ഓരോ കോണുകളും വഴികളും ഉയർച്ചകളും മണൽത്തീരങ്ങളും മനുഷ്യൻ്റെ സ്വഭാവവും ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമാണ്. സബ് ഗോലായാം ഉസ്കി ഗഡി ഹേ, ഇതെല്ലാം നദിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം സമൂഹത്തിൻ്റെ സ്വാധീനം രൂപം കൊള്ളുന്നെന്നാണ് ഈ വരി പറയുന്നത്. മാം ഹേ വഹ് ഹേ ഇസി സേ ഹം ബനെ ഹേ, ആ നദി അമ്മ പോലെയാണ്, അതുകൊണ്ടാണ് നാം ഉണ്ടായത്. സംസ്കാരവും പ്രകൃതിയും മനുഷ്യൻ്റെ അമ്മ പോലെ തന്നെയാണ്. കിന്തു ഹം ഹേ ദ്വീപ്, എങ്കിലും നാം ദ്വീപുകളാണ്. ഓരോ മനുഷ്യർക്കും സ്വന്തം വ്യക്തിത്വമുണ്ട്. ഇതിൽ പറയുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട്. ഹം ധാര നെഹി ഹേ, നാം ഒഴുകുന്ന ജലധാരയല്ല. സമൂഹത്തിൻ്റെ ഒഴുക്കിൽ മുഴുവനായി ലയിച്ചു പോകുന്നവരല്ല നാം. സ്ഥിതർ സമർപ്പൺ ഹേ ഹമാര, നമ്മുടെ സമർപ്പണം സ്ഥിരമാണ്. സമൂഹത്തോട് ബന്ധമുണ്ടെങ്കിലും സ്വന്തം നിലപാട് നിലനിൽക്കുന്നു. ഹം സാദാ സേ ദ്വീപ് ഹേ സ്രോത് സ്വേനി ഹേ, നദിയുടെ ബന്ധമുള്ള ദ്വീപുകളായിട്ടാണ് നാം എന്നും ഉണ്ടായിരുന്നത്. മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. കിന്തു ഹം ഭാഗത്തെ നഹീം ക്യോഹി ബഹന രേത് ഹോനാ ഹേ, എങ്കിലും നാം ഒഴുകിപ്പോകുന്നില്ല, കാരണം ഒഴുകിപ്പോയാൽ മണലായി മാറും. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടാൽ മനുഷ്യന് നിലനിൽപ്പുണ്ടാകില്ല. ഹമേ ബഹേങ് തോ രഹേംഗേ ഹി നഹീം, നാം ഒഴുകിപ്പോയാൽ നാം നിലപ്പില്ല. അന്ധമായി മറ്റുള്ളവരെ പിന്തുടർന്നാൽ വ്യക്തിത്വം നശിക്കും. മേരാ ഉഗേണ്ടെ പൽവാൻ ഹോങ്ക ഗഡേങ്കെ സഹേങ്ക ബഹ് ജായേങ്കി, കരകൾ ഇടിഞ്ഞു പോകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, എല്ലാം തകർന്നു പോകും, വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരാം. ഔർ ഫിർ ഹം ചുനെ ഹോക്കർ ഭി കഭി ക്യാ ദാർ ബൻ സക്തെ, തകർന്നു പോയ ശേഷം നമുക്ക് വീണ്ടും ഒരു ശക്തമായ പ്രവാഹമാകാനാകുമോ? വ്യക്തിത്വം നഷ്ടപ്പെട്ടാൽ പഴയ ശക്തി വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. രേത് ബൻകർ ഹം സലീൽ താനി ഗന്ദല ഹേ കരേങ്ക, മണലായി മാറിയാൽ വെള്ളം മലിനമാക്കുക മാത്രമേ ചെയ്യൂ. വ്യക്തിത്വമില്ലാത്ത മനുഷ്യൻ സമൂഹത്തിന് ഗുണകരമാകില്ല. അനുപയോഗി ഹി ബനായെങ്കി, ഉപയോഗമില്ലാത്തവരായി മാറും, സ്വന്തം മൂല്യം നഷ്ടപ്പെടും. ദ്വീപ് ഹേ ഹമേം, നാം ദ്വീപുകളാണ്, വ്യക്തിത്വമുള്ളവരാണ് നാം. യഹ് നഹീം ഹേ ശാപ്, യഹ് അപനി നിയതി ഹേ, ഇതൊരു ശാപമല്ല, നമ്മുടെ വിധിയാണ്. വ്യക്തിത്വം മനുഷ്യൻ്റെ സ്വാഭാവിക ഗുണമാണ്. ഹം നദി കെ പുത്ര ഹേ ബൈഠെ നദി കെ ക്രോഡ് മേം, നാം നദിയുടെ മക്കളാണ്, അവളുടെ മടിയിലാണ് ജീവിക്കുന്നത്. സമൂഹവും സംസ്കാരവും നമ്മെ സംരക്ഷിക്കുന്നു. വഹ് ബൃഹത് ഭൂഖണ്ഡ് സേ ഹംകോ മിലാത്തി ഹേ, ആ നദി നമ്മെ വലിയ ഭൂഖണ്ഡമായി ബന്ധിപ്പിക്കുന്നു. സമൂഹം മനുഷ്യനെ ലോകത്തോട് ബന്ധിപ്പിക്കുന്നു. ഔർ വഹ് ഭൂഖണ്ഡ് അപനാ പിതർ ഹേ, ആ ഭൂഖണ്ഡം നമ്മുടെ പിതാവ് പോലെയാണ്. പാരമ്പര്യവും ചരിത്രവും മനുഷ്യൻ്റെ അടിത്തറയാണ്. നദി തും ബഹതി ചലോ, നദിയെ നീ ഒഴുകിക്കൊണ്ടിരിക്കുക, സംസ്കാരവും ജീവിതവും മുന്നോട്ട് പോകട്ടെ. ഔർ വഹ് ഭൂഖണ്ഡ് അപനാ പിതർ ഹേ, ആ ഭൂഖണ്ഡം നമ്മുടെ പിതാവ് പോലെയാണ്. പാരമ്പര്യവും ചരിത്രവും മനുഷ്യൻ്റെ അടിത്തറയാണ്. നദി തും ബഹതി ചലോ, നദിയെ നീ ഒഴുകിക്കൊണ്ടിരിക്കുക, സംസ്കാരവും ജീവിതവും മുന്നോട്ട് പോകട്ടെ. ഭൂഖണ്ഡ് സേ ജോ ദായ് ഹംകോ മിലാ ഹേ മിൽത്താ രഹാ ഹേ, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ, പൂർവികരിൽ നിന്നുള്ള സംസ്കാരവും അറിവും. ബെഞ്ച്തേ സംസ്കാർ ദേത്തി ചലോ, അവയെ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുക, നല്ല മൂല്യങ്ങൾ സമൂഹത്തിൽ പകരണം. യദി ഐസേ കഭി ഹോ, ഒരിക്കൽ അങ്ങനെ സംഭവിച്ചാൽ തുമ്ഹാരെ അല്ലാഹ് സേ യാ ദൂസരെ കെ കിസി സ്വൈച്ചാർ സേ അനിജാർ സേ, ആനന്ദം കൊണ്ടോ മറ്റുള്ളവരുടെ തെറ്റായ പ്രവൃത്തികളാലോ മനുഷ്യൻ്റെ തെറ്റുകൾ സമൂഹത്തെ ബാധിക്കാം. തും ബഡോ പൽവാൻ തുമ്ഹാരാ ധരം രാത്ത ഉടേ, നീ വളർന്ന് പ്രായമാകട്ടെ, സമൂഹത്തിൽ വലിയ മാറ്റങ്ങളോ പ്രതിസന്ധികളോ വന്നാലും യഹ് സ്രോത് സ്വേനി കി കമർനാശ കൈതനിഷ കാൽ പ്രവാഹിനി ബൻജായി, ഈ ജീവൻ തരുന്ന നദി തന്നെ നാശത്തിൻ്റെ കാരണമായി മാറിയാലും നല്ല സമൂഹവും ചിലപ്പോൾ അപകടകരമാകാം. തോ ഹമേം സ്വീകാർ ഹേ വഹ് ബി, അത് നാം സ്വീകരിക്കും. ജീവിതത്തിലെ കഷ്ടതകളെയും മനുഷ്യൻ സ്വീകരിക്കണം. ഉസി മേം രേത് ഹോക്കർ, അതിനുള്ളിൽ മണലായി മാറിയാലും. ഫിർ ഗനേഗെ ഹം,
ജമേംഗെ ഹം കഹീം ഫിർ പർ ടകേംഗെ. വീണ്ടും നാം ചാലിച്ച് ഉറപ്പോടെ നിലകൊള്ളും. മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. കഹീം ഫിർ ബി ഗഡേ ഹോഗ എന്ന വ്യക്തിത്വ ആകാർ. പുതിയൊരു വ്യക്തിത്വം വീണ്ടും രൂപപ്പെടും. പ്രതിസന്ധികൾക്ക് ശേഷം പുതിയ ജീവിതം തുടങ്ങാം. മാത് ഉസേ ഫിർ സംസ്കാർ തും ദേനെ. അമ്മേ, ആ പുതിയ വ്യക്തിത്വത്തിനും നീ നല്ല സംസ്കാരം നൽകണം. സമൂഹം മനുഷ്യനെ എപ്പോഴും നല്ല വഴിയിലേക്ക് നയിക്കണം. ക്ലാസ്. ഈ കവിതയിൽ അജയ് മനുഷ്യൻ്റെ വ്യക്തിത്വവും സമൂഹവുമായുള്ള ബന്ധവും അതീവ മനോഹരമായി അവതരിപ്പിക്കുന്നു. നദി സമൂഹത്തെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുമ്പോൾ ദ്വീപ് ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. സമൂഹത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴും സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് എന്നാണ് കവിതയുടെ പ്രധാന സന്ദേശം. ഞാൻ വായിക്കുന്ന വേർഡ്സ് ചിലപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.